സംസ്കാര ചടങ്ങുകളുടെ വിവരങ്ങളുമായി ദിലീപ് ദേവസിയാണ് ഉള്ളത്. ദിലീപ്, ഇപ്പോൾ പുത്തുമലയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. 28 തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ, അതോടൊപ്പം തന്നെ 160 ശരീരഭാഗങ്ങൾ. ഈ ശരീരഭാഗങ്ങളെ ഒരു ശരീരം തന്നെയായി, ഒരു മൃതദേഹം തന്നെയായി കണക്കാക്കിക്കൊണ്ട് പ്രത്യേകം കുഴികളെടുത്ത് സംസ്കരിക്കുകയാണ്. ഈ ചടങ്ങുകൾ എത്ര മണിയോടുകൂടി തുടങ്ങും? സർവ്വമത പ്രാർത്ഥനയോടെയാണല്ലോ സംസ്കാരം. സ്മൃതി, ഇതുവരെയും ഗവൺമെൻറ് ഓർഡർ ലഭിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത്. മന്ത്രിയുമായി ആലോചിച്ചതിന് ശേഷം ഇന്ന് വൈകിട്ടോട് കൂടെ തന്നെയായിരിക്കും സംസ്കാര നടപടികൾ തുടങ്ങുക. 74 മൃതദേഹങ്ങളായിരുന്നു തിരിച്ചറിയാതെ ഉണ്ടായിരുന്നത്. ഇതിൽ ഇന്നലെ കുറച്ച് മൃതദേഹങ്ങൾ സംസ്കരിച്ചു. ഇന്ന് 28 മൃതദേഹങ്ങളാണ് സംസ്കരിക്കുന്നത്. കൂടാതെ 160 മൃതദേഹ ഭാഗങ്ങളും കൂടെ സംസ്കരിക്കുന്നുണ്ട്. ഈ മൃതദേഹ ഭാഗങ്ങളുടെ എല്ലാം തന്നെ ഫോട്ടോ എടുത്തു വെച്ചതിന് ശേഷം തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങളുടെ എല്ലാം തന്നെ ഫോട്ടോ എടുത്തു വയ്ക്കും. അതിൽ നിന്ന് എന്തെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ പറ്റുന്ന അടയാളങ്ങളുണ്ടെങ്കിൽ, അതായത് മറുകുകൾ, വിവാഹ മോതിരങ്ങൾ, ആഭരണങ്ങൾ, ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ തുടങ്ങിയവയെല്ലാം തന്നെ ഫോട്ടോകൾ എടുത്തു വെച്ചതിന് ശേഷമായിരിക്കും ആ സംസ്കാര നടപടികൾ നടത്തുക. അതിന് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിൽ തിരിച്ചറിയാൻ സാധിക്കുമെങ്കിൽ ആ ഫോട്ടോഗ്രാഫ്സ് ഉപയോഗിച്ച് അതോടൊപ്പം തന്നെ DNA എല്ലാം ശേഖരിച്ച് വെച്ചതിന് ശേഷം മാത്രമായിരിക്കും ഈ സംസ്കാര നടപടികൾ നടത്തുക. ഈ സർവ്വമത ആചാരപ്രകാരമായിരിക്കും ഈ നടപടികളെല്ലാം തന്നെ. എല്ലാ മതപുരോഹിതരും എല്ലാവരും തന്നെ ഈ സമയത്ത് അവിടെ ഉണ്ടാകും. അവർ ആ പ്രാർത്ഥനയ്ക്ക് ശേഷമായിരിക്കും നടത്തുക. പിന്നീട് ജില്ലാ ഭരണകൂട അധികാരികളുണ്ടാകും. അവരെല്ലാവരും തന്നെ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്തു. അങ്ങനെയായിരിക്കും സംസ്കാരം നടക്കുക. ഇതിന് കൂടാതെ ഇന്ന് മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഈ ദുരന്തത്തിൽപ്പെട്ട് രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് അവരുടെ രേഖകൾ ലഭിക്കുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. അതായത് ഈ റിക്കവറി, അതായത് ഇവിടെ നിന്ന് തിരച്ചിലുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഒറ്റ സിംഗിൾ പോയിന്റിൽ അധികം ആരും നടക്കേണ്ട കാര്യങ്ങളില്ല. അത് ഒരു കൗണ്ടറിൽ വന്ന് ആ കൗണ്ടറിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആധാർ കാർഡോ മറ്റെന്തെങ്കിലും, അതായത് ഇപ്പോൾ നമ്മൾക്ക് ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ച് അവരുടെ ആധാർ നമ്പർ ഉപയോഗിക്കാം. ആ ആധാർ നമ്പറുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിന് ലഭിക്കാവുന്ന എല്ലാ രേഖകളും തന്നെ വേഗത്തിൽ തന്നെ ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ നടക്കും. ഫോൺ നമ്പറുകൾ മറന്നുപോയിട്ടില്ലെങ്കിൽ ഫോൺ നമ്പറുകൾ ലഭിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. ഇത് മാത്രമല്ല, ഇതിന് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഒരു അദാലത്ത് കൂടെ നടത്തിക്കൊണ്ട് അവർക്ക് ഈ ആധാരങ്ങളും മറ്റ് രേഖകളെല്ലാം തന്നെ ലഭിക്കുന്നതിന് വേണ്ട നടപടികളും വേഗത്തിൽ നടത്താൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തുമെന്നാണ്. അത് സർക്കാർ ഒപ്പം തന്നെ ഈ ദുരിതബാധിത പ്രദേശ ബാധിതർക്കൊപ്പമുണ്ട് എന്ന് സർക്കാർ ഉറപ്പ് നൽകുന്നുണ്ട്. ഏതൊരു ആവശ്യത്തിനും ആർക്കും അധിക ദൂരം നടക്കേണ്ടി വരില്ല, അധിക സമയം ചെലവഴിക്കേണ്ടി വരില്ല. എല്ലാ കാര്യങ്ങളും ഉടൻ തന്നെ അവരിലേക്ക് എത്തും എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. ഈ കാണുന്ന വീടുകളെല്ലാം തകർന്ന് പല സാധനങ്ങളും ഒലിച്ചു പോയത്, വെള്ളം കയറി നശിച്ചതായിട്ടുള്ള സാധനങ്ങൾ, ആർക്കും തന്നെ ഈ ദുരന്തത്തിൽ ഒരു സാധനങ്ങൾ പോലും എടുക്കാൻ, ഉടുത്ത തുണിയോടുകൂടെ ഇറങ്ങി ഓടിയവരാണ് പലർക്കും മൊബൈൽ ഫോൺ പോലും എടുക്കാൻ സാധിച്ചില്ല. അതിനുവേണ്ട എല്ലാ നടപടികളും ആരും തന്നെ ഒറ്റപ്പെട്ടതായിട്ട് തോന്നണ്ട എന്നുള്ള കാര്യങ്ങളടക്കം തന്നെ മന്ത്രി പറയുന്നുണ്ട്. എന്ത് കാര്യങ്ങൾക്കും അതിൻ്റേതായ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ ഒരു കാര്യം പറഞ്ഞാൽ അതിന് അമാന്തമില്ലാതെ അവർക്ക് എല്ലാ കാര്യങ്ങളും നടത്തിക്കൊടുക്കുന്നതിനും സർവ്വസജ്ജമായ ആളുകളുണ്ട്. ഏതൊരാവശ്യവും അത് അവതരിപ്പിച്ചാൽ മാത്രം മതി. അതിനുവേണ്ട എല്ലാ നടപടികളും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ, KSEB ഈ പ്രദേശത്തെല്ലാം തന്നെ വൈദ്യുതി പുനർനവീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്കൂൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പുനരുദ്ധാരണത്തിൻ്റെ ഒരു പാതയിൽ തന്നെയാണ് ഈ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളുള്ളത്. എന്ത് വന്നാലും ഈ ഭാഗം തിരിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടെയുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം, തിരിച്ചറിയാൻ പറ്റാത്ത ഈ പ്രദേശത്തുള്ള ആളുകളുടെ മൃതദേഹങ്ങൾ ഇന്ന് സംസ്കരിക്കും. അല്പസമയത്തിനകം ആ സമയം, ഏത് സമയത്താണ് സംസ്കരിക്കുക എന്നുള്ള സമയം വ്യക്തമാക്കും. തിരിച്ചറിയാൻ കഴിയാത്ത ശരീരഭാഗങ്ങൾ 160 ശരീരഭാഗങ്ങളുണ്ട്. അവയും ഇന്ന് തന്നെയാണ് സംസ്കരിക്കുക. പ്രത്യേക കുഴിയെടുത്ത് ആ ശരീരഭാഗങ്ങൾ പ്രത്യേകമായി തന്നെയാണ് സംസ്കരിക്കുക. എല്ലാത്തിൻ്റെ അടയാളങ്ങളും ശേഖരിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര നടപടികൾ നടത്തുക. സ്മൃതി.